പത്മനാഭനൊക്കെ ഉണ്ടായിരുന്നു അതിൽ, മരിച്ചു പോയില്ലേ? ഏത് നമ്മളെ കണ്ണൂര്? അങ്ങനെ അത് പിന്നെ അന്നേരം മദ്രാസ് സ്റ്റേറ്റ് ആണ് 1956 അല്ലേ, കേരളയിലാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ. അപ്പോൾ ഈ പെൻഷൻ ഇതൊക്കെ ഓരോ കാലത്ത് നമ്മളതിനൊന്നും പരിഭവോ പരാതിയോ സങ്കടമോ പെട്ടിട്ടൊന്നും കാര്യമില്ല. ഓരോരാളെ യോഗം പോലെ ഓരോ സമയത്ത് ഇതൊക്കെ വരുന്നു. 57 തലേന്ന് 56 മരിച്ചേക്കല്ലോ ഉണ്ടാവും, ഒന്നുമില്ല, പെൻഷനുമില്ല, ഉൾക്കൊള്ളാൻ കിട്ടും. റെയിൽവേയിൽ മറ്റ് സെൻട്രൽ ഗവൺമെന്റുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് പെൻഷൻ ഉണ്ട്. ശരി, പെൻഷൻ സ്കീമാണ്. പക്ഷെ അന്നേരൊക്കെ എംപ്ലോയ്മെന്റ് വിഷമില്ല, ഇഷ്ടംപോലെ ജോലി ഉണ്ടല്ലോ. റെയിൽവേയിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലുണ്ടല്ലോ ഈ പറഞ്ഞമാതിരി ബാങ്ക്, LIC, PND ഒക്കെ അന്നേരം വന്ന PND-കാർക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് റെയിൽവേ ആണ്. റെയിൽവേ ആദ്യം നമ്മളൊക്കെ കൂടി സമരം ചെയ്തിട്ട് കിട്ടി. നമ്മളൊക്കെ കൂടി സമരം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കല്ല് എൻ്റെ ബിൽഡിങ്ങിൽ ആ പ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനത്തിൽ ഒരു കല്ല് ഞാൻ വെച്ചിട്ട് അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ അന്നേരം റിക്രൂട്ട്മെന്റ് എങ്ങനെ? റെയിൽവേ ഡയറക്റ്റ് എംപ്ലോയ്മെന്റാ? ജോലി എങ്ങനെ കിട്ടും? ജോലി ഡയറക്റ്റാ? റെയിൽവേയിൽ ജോലി എങ്ങനെ കിട്ടും? ഡയറക്റ്റ് പോയിട്ട് അപ്ലിക്കേഷൻ? റെയിൽവേ ജോലി അന്ന് എക്സാമിനേഷൻ, റെയിൽവേ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അത് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടില്ല. ഞാൻ ചേരുമ്പോ അത് കമ്പനിയാണ്, സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനി, SIR. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അത് എല്ലാം കൂടി അമാൽഗമേറ്റ് ചെയ്ത് സദൺ റെയിൽവേയിലെ SR ആക്കി. ഞാൻ ഇത് ചെയ്യുമ്പോൾ ഓഫീസറെ സായിവാണ്, ഒരു ഇംഗ്ലീഷുകാരനാണ്. അയാളെ റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂ ചെയ്ത് ഡയറക്റ്റ് ജോലി കിട്ടൂലേ? അയാൾ അന്നേരം തിരുച്ചിറപ്പള്ളിയായിരുന്നു ഹെഡ്ക്വാർട്ടേഴ്സ്, മദ്രാസൊന്നുമില്ല, ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. തിരുച്ചിയാണ് റെയിൽവേ, അത് സൗത്ത് ഇന്ത്യൻ റെയിൽവേ നമ്മൾ ചേർത്ത്. എവിടെ? അപ്പോൾ സായിവാണ് ഇന്റർവ്യൂ ചെയ്ത്, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എന്ന് പറഞ്ഞു. അതിന് പോയത് നമ്മളാണ്. അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്, അന്നേരം ശമ്പളത്തിന് അതിന് മുമ്പേ ആണ് ഞാൻ പറഞ്ഞത്. രേഖ വന്നപ്പോൾ പറഞ്ഞു എടുത്ത് കുറച്ച് ഇതിൽ 2 വാചകം എഴുതാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അത്ര. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഞാൻ സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതിയിട്ട് പിന്നെ അതാണ് അവിടെ അൺട്രെയിൻഡ് ടീച്ചറായിട്ട് ഞാൻ താവൂർ സ്കൂളിൽ പിന്നെ ടീച്ചറായിരുന്നു. എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നീട് എന്നോട് ഭാര്യയായിട്ട് വന്നിട്ടാണ് എൻ്റെ സ്റ്റുഡൻ്റ്. അപ്പോൾ അങ്ങനെ അതിന് ഞാൻ അവിടെ ആ സ്കൂളിൻ്റെ ദേവില്ലാത്ത സ്കൂൾ ടീച്ചറായിരിക്കുമ്പോൾ പോസ്റ്റ്മാൻ വന്നിട്ട് എനിക്ക് കവർ തന്ന രജിസ്റ്റേർഡ് മദ്രാസ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് മദ്രാസ് സ്റ്റേറ്റാണ്. അതിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ലോവർ ഡിവിഷൻ ഫോറസ്റ്റിൻ്റെ ആയിട്ട് സെലക്ട് ചെയ്തിരുന്നു. കോഴിക്കോട് കളക്ടറേറ്റ് റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ പോയി. അപ്പോൾ അന്ന് സാലറി സ്കൂളിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞു. അല്ല, ശമ്പളം എത്രയാ? സാലറി എത്രയാ? സാലറി 30-15 ആണ്. 25-15 30-15 അറിയില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് 30-15 ആണ്. 35 റെയിൽവേയില് 55 കൂടുതലാണ്. 60 പിന്നെ എന്തോരം DA ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് 30-15 അതെനിക്ക് ഓർമ്മയുണ്ട്. 15 DA. അതെ, 15 DA ഉണ്ടായിരുന്നു. ഒരു മാസത്തിൽ 45 രൂപ. എല്ലാം കൂടി 45 രൂപ. റെയിൽവേയിൽ 60 രൂപ. അവൻ ഡെയിലി 2 രൂപ. സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ ഉണ്ടായി. പിന്നെ ഞാൻ ആയിരുന്നു ഈ റെയിൽവേ ചേർന്നതിന് ശേഷം വിട്ടതല്ലേ. അതിന് റെയിൽവേയിൽ പോയി ചേർന്ന് പിന്നെ ഓപ്പൺ വിട്ട് ട്രെയിനിങ് ക്ലാസ്സിൽ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് മറ്റേ ശരിയാക്കണമല്ലോ, അവിടെ സർവീസിൽ ഇല്ലേ എന്ന് പറഞ്ഞാൽ റിസൈനേഷൻ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ട് പോയി റിസൈനേഷൻ എഴുതി കൊടുത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഞാൻ കണ്ണൂരാന്ന് എത്തി.
കണ്ണൂരാണ്. ആ അതിന് മുമ്പേ വടകരയായിരുന്നു. അപ്പം